നമസ്തേ, ലൈഫ് ഓഫ് ഫാമിലി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലാസ് കഴിഞ്ഞിട്ട് ഓണെത്തിയോ എല്ലാവർക്കും? എൻ്റെ തിരക്കാണ്, ഓണത്തിരക്കാണ്. ഓണം വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കണു അല്ലേ? അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം. ഈ പപ്പടം വറുക്കാണ്. ഞാനിന്നൊരു പ്രധാന കാര്യം പറയാനാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അതായത് ഓണത്തിന് നമ്മൾ മൺചട്ടികളൊക്കെ ഉപയോഗിക്കില്ലേ? അതല്ലേ ഭംഗി, അതല്ലേ ലുക്ക്. സാധാരണ ഉപയോഗിക്കുകയൊക്കെ ചെയ്യും കേട്ടോ, അതല്ല. അപ്പം ഞാൻ ഒരു കാര്യം കാണിച്ചുതരാം. എൻ്റെ മൺചട്ടിക്ക് ചെറിയൊരു ക്രാക്ക് വന്നു, കണ്ടോ അവിടെ? അപ്പോൾ ക്രാക്ക് വരുമ്പോൾ എന്താ നമ്മൾ ചെയ്യുക? കുറച്ച് പണ്ടൊക്കെ ചെയ്തിരുന്നത് ഈ വെള്ളാരങ്കല്ല് പൊടിച്ചിട്ടൊക്കെയാണ്. അപ്പം ഞാൻ ചെറിയൊരു മണലില്ലേ, അതിൻ്റെ ഏറ്റവും പൊടിയായിട്ടുള്ളത് എടുത്ത് ശർക്കര വെച്ചിട്ട് അടിയിൽ തീ കത്തിക്കും, എന്നിട്ട് അതിന് മുകളിൽ ഇങ്ങനെ വെക്കും. അപ്പോൾ അത് ഉരുകി ഇട്ടു, മനസ്സിലായോ? വേണ്ട, നല്ല ഹാർഡായി. ഇനി അത് സാൻഡ് പേപ്പർ കൊണ്ടൊന്ന് ഉരച്ച് കളഞ്ഞാൽ മതി. കുറേ കാലം യൂസ് ചെയ്യാം, വേറെ ഒരു കുഴപ്പമില്ല. കണ്ടോ? അപ്പോൾ ചെറിയ ക്രാക്ക് വരുമ്പോഴേക്കും നമ്മളിങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ കുറേ കാലം യൂസ് ചെയ്യാം. ഞാൻ ഇതൊക്കെ കുറേ വർഷം പഴക്കമുള്ള ചട്ടികളാണ്. കണ്ടോ? കുക്ക് ചെയ്യാനും വിളമ്പാനും ഒക്കെ സെർവ് ചെയ്യാനൊക്കെ നല്ല ഭംഗിയല്ലേ മൺചട്ടി. അപ്പോൾ കളയണ്ട കേട്ടോ. ചെറിയ ക്രാക്കൊക്കെ വന്നാൽ അങ്ങനെ ചെയ്താൽ മതി. ചെറിയ മണൽ തരി എടുക്കണം, ഏറ്റവും പൊടിയായിട്ടുള്ളത് സീവ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് ഇട്ടിട്ട് ശർക്കര പൊടിച്ച് ഇങ്ങനെ ഇടുക. എന്നിട്ട് തീ കത്തിച്ചിട്ട് അതിന് മുകളിൽ കനലായാലും മതി, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പതുക്കെ അത് മെൽറ്റാവും. അത് ഉള്ളിലും വേണമെങ്കിൽ ആക്കാം കേട്ടോ, രണ്ട് സൈഡിലാക്കാം. അപ്പോൾ അത് ചെറുതായിട്ട് ഉണ്ടായുള്ളൂ, വേണ്ട. ഇനി സാൻഡ് പേപ്പർ ഇതാ, ഇത് ഞാൻ ഇത് ഉണ്ടാക്കി. ഇത് കത്തിയൊക്കെ മുറിച്ച് കൂട്ടാനായിട്ട് ഞാൻ അതാ ചെയ്യാം. ഇതിങ്ങനെ മെല്ലെ ഇങ്ങനെ ഉരസി കൊടുത്താൽ ഇത് പൊക്കോളും. മെല്ലെ കേട്ടോ, മെല്ലെ ചെയ്യണം. കണ്ടോ? ഇത് കാണിക്കാനാണ്. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ചിനുള്ളത് ചിക്കൻ ഫ്രൈ. ഇന്നലെ പഴം വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാ നെയ്യിൽ പഴം വരട്ടി. ഇപ്പം ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് പഴം പുളിശ്ശേരി ഉണ്ടാക്കി. ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. കുറച്ച് തേങ്ങയും ജീരകവും പച്ചമുളകും ഉണ്ടായ തൈരും കൂട്ടിയിട്ട് അരയ്ക്കുക. അതിലൊഴിച്ച് കുറച്ചെടുത്തിട്ട് ഇപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാൻ ഇത്ര എളുപ്പം. പഴം വരട്ടി വെക്കണം, കുറേ ഉണ്ടായി. പിന്നെ ചോറ്, ഇത്രയേ ഉള്ളൂ. പപ്പടം വറക്കും. അപ്പോൾ ഇന്നത്തെ വിഷയം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചാനൽ കാണാം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നല്ല നല്ല കമൻറ്റുകൾ അറിയിക്കണം. അപ്പോൾ എല്ലാവരും ചാനൽ കാണാൻ മറക്കരുതേ. ബൈ.